കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതുപോലൊരു പുണ്യസ്ഥലത്ത് പോകുമ്പോ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വേണ്ടേ പോകാൻ? ഇതിപ്പോ അമ്മയും ജ്യോതിയും DK മാത്രം പോകുന്നത് ശരിയാണോ? ഞങ്ങളെയും കൂടെ കൊണ്ടുപോണ്ടേ? Yes, Betty. You are right. But this is a love journey. എന്തോന്നാ? ലവ് ജേർണിയോ? Yes. My son and Jyoti. അവരുടെ ലവ്. അതിനു വേണ്ടിയാ ഈ യാത്ര. എല്ലാം അമ്മയുടെ പ്രാർത്ഥന പോലെ തന്നെ നടക്കും. നടക്കും നടക്കും. ആ ആഗ്രഹം മനസ്സിൽ നിന്ന് മാറ്റി വെച്ചാ മതി. DKക്ക് ഒരിക്കലും ജ്യോതിയോട് ലവ് ഉണ്ടാവുകയില്ല, അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കുകയില്ല. ഇത് വെറും യാത്രയല്ല, ഒരു നേർച്ചയാ. എന്റെ ജ്യോതിമോള് ആശുപത്രി കിടക്കാൻ നേരത്ത് ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ ദേവിയോട്, അവളെ എനിക്ക് തിരിച്ചു തരണേന്ന്. എന്റെ ദേവി അവളെ എനിക്ക് തിരിച്ചു തന്നു. എന്റെ സണ്ണിനെയും വൈഫിനെയും കൊണ്ട് എനിക്ക് ആ നിറയിച്ചെന്നൊന്ന് നിൽക്കണം. അവർ തമ്മിൽ ഒരുമിച്ചൊരു ലൈഫ് വേണോ അതോ ഡൈവേഴ്സ് ആകണമെന്നോ ദേവിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ആ പിന്നെ ആരും അത്ര നല്ല പിള്ളയൊന്നും ചമയണ്ട. ജ്യോതിക്ക് വിഷം കൊടുത്തതിന്റെ നീചസ്ഥിതി അധികം വൈകാതെ പുറത്തു വരും. ഓ, അമ്മ വിചാരിക്കും പോലൊക്കെ നടക്കുന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ തോന്നലല്ല, ദേവിയുടെ തീരുമാനം നടക്കാൻ പോകുന്നത്. അമ്മ പറഞ്ഞതാ ശരി. DKയുടെയും ജ്യോതിയുടെയും വിധി തീരുമാനിക്കുന്നത് ദേവി തന്നെയാ. ഈ യാത്ര കഴിയുമ്പോ എല്ലാം മംഗളമായി തന്നെ അവസാനിക്കുമെന്ന എന്റെ മനസ്സ് പറയുന്നത്. അമ്മേ, അവര് റെഡിയൊന്ന് ഞാൻ പോയി നോക്കണോ? വേണ്ട, അവര് വന്നോളൂ. അമ്മേ, ഇത്തവണ നിങ്ങൾ എന്തായാലും പോയിട്ട് വാ. ഇനി ഒരിക്കൽ നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. മോളെ, ഒരിക്കൽ പോകണമെന്ന് വിചാരിച്ചാൽ നമ്മളെ ദേവി അങ്ങോട്ട് വിളിച്ചു വരുത്തി അടുപ്പിക്കും. നീ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് ടൈം വി വിൽ ഗോ. അമ്മേ, അമ്മ പോയിട്ട് വരുമ്പോ ഞങ്ങൾക്ക് എന്താ കൊണ്ടുവരാ? വേറെ ആർക്കും ഒന്നും ഞാൻ കൊണ്ടുവന്നില്ലെങ്കിലും നിനക്ക് ഞാനൊരു സാധനം കൊണ്ടുതരും. എന്ത് സാധനം? നിന്റെ മനസ്സിലെ കുശുമ്പും കുന്നായ്മയും ഇല്ലാതാക്കാനുള്ള മരുന്ന്. എന്താ പോരെ? ആഹാ, കൊള്ളാം, സൂപ്പർ, അസലായിട്ടുണ്ട്. ഒരു കാവി കളറിലെ കോട്ടും കൂടിയായ നന്നായിരിക്കും. ഇത് കണ്ടില്ലേ, ഇത്രയും സിമ്പിളായ വേഷമൊക്കെ മതി മൂകാംബിക ദേവിയെ പോയി തൊഴാനായിട്ട്. അതെ, പോകുന്നതിന് മുമ്പ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ഏട്ടാ? ഒരുമിച്ച് യാത്ര പോകുന്നതൊക്കെ ശരി, പക്ഷെ അമ്മയുടെ ബലത്തിൽ എന്നെ കയറി ഭരിക്കാനൊന്നും വരരുത്. അതെനിക്കിഷ്ടമല്ല, പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ? അയ്യടാ, ഞാൻ തിരിച്ചു വന്നേക്കുന്നതേ നിങ്ങളുടെ ഇഷ്ടം സാധിച്ചു തരാനൊന്നുമല്ല, കോടതി പറഞ്ഞിട്ടാ. രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ പരസ്പരം മനസ്സിലാക്കി ഒത്തുചേർന്ന് പോവാൻ പറ്റുമോന്ന് അറിയാൻ വേണ്ടിട്ടാ കോടതി അങ്ങനെ പറഞ്ഞത്. അത് ഈ ജന്മം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, എനിക്കും അങ്ങനെ തോന്നണില്ല. എന്നാ പിന്നെ എന്തിനാ നീ ഇപ്പൊ ഞങ്ങളോട് മൂകാംബികയിലേക്ക് വരുന്നത്? ഒരു രസം. ഞാൻ ഇതുവരെ കുടജാദ്രിയും മൂകാംബിക ദേവിയും ഒന്നും കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് അവിടേക്കൊന്ന് പോവാലോ. നിങ്ങളുടെ പഴയ ഭാര്യയുടെ പേര് പറഞ്ഞിട്ടാണെങ്കിലും മൂകാംബിക ദേവിയെ തൊഴാൻ എനിക്കൊരു അവസരം കിട്ടുമല്ലോ. അതുകൊണ്ടാ ഞാൻ വരാന്ന് വിചാരിച്ച. പിന്നെ നിങ്ങൾക്കൊരു ധൈര്യം കൂടെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഓഹോ, അത് ശരി. അപ്പൊ സുപ്രിയയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സാധിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട്? അയ്യാടാ, അത് നിങ്ങൾ വേണമെങ്കിൽ അങ്ങ് സാധിച്ചു കൊടുത്താ മതി. എനിക്ക് വേറെ ജോലിയുണ്ട്. എന്താ കുശിനിക്കാരാ? അവിടെ ചെല്ലുമ്പോ അമ്മയുടെ മുറിയിലെങ്ങാനും പോയി കിടന്നോണം. എന്റെ റൂമിൽ കേറി പോരുത്. ഓ, അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ കിടക്കുന്നുള്ളൂ. നിങ്ങളുടെ മുറിയിൽ വരുന്നില്ല പോരെ? അല്ലെങ്കിലും ആരുമായിരുന്നു. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം.
ഈ യാത്ര പോകുന്ന വഴിക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെടുകയോ മോശമായി സംസാരിക്കുകയോ ചെയ്താലുണ്ടല്ലോ ഞാൻ ഇട്ടിട്ടേക്ക് പോരും പറഞ്ഞേക്കാം. റെഡിയായില്ലേ? ആ അമ്മ ഇതാ വരണോ. അമ്മ റെഡിയായി തോന്നുന്നു. ദാ. അല്ല ഈ പെട്ടി. മൈ ലിറ്റിൽ കണ്ണ, ടൈം ലേറ്റ് ആയല്ലോ. ഇതുവരെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞില്ലേ? അല്ല, അമ്പലത്തിൽ പോകുമ്പോ മേക്കപ്പിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. പിന്നെ ഇത്രയും ടൈം? അമ്മ ആ ബ്യൂട്ടിഫുൾ മൈ ബേട്ട. ഇപ്പൊ നിന്നെ കണ്ടാലേ ഒരു സന്യാസി പോലുണ്ട്. കുടജാദ്രി തന്നെ തപസ്സിരുന്നാലോ ഒന്നും ആലോചനയുണ്ട്. നോ 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 ബേട്ട, അവിടെയുള്ള സന്യാസിമാരെ നീ കഷ്ടപ്പെടുത്തല്ലേ. ആ പാവങ്ങള് സമാധാനമായിട്ട് അങ്ങോട്ട് ജീവിച്ചോട്ടെ. നമുക്ക് ഇറങ്ങാം. ഒരു മിനിറ്റ്, എനിക്ക് ഇവരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. മായ എവിടെ? മയച്ചി മുറിയിലുണ്ട്. മായേ, മായേ. എന്താ ഡീക്കെ? നിങ്ങൾ 3 പേരോടുമായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട്. ഞങ്ങൾ ഈ ക്ഷേത്ര ദർശനത്തിന് പോകുന്നത് ഒരു നിയോഗമാണെന്ന് കരുതിയാൽ മതി. ഒരു വീടിന്റെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കാനുള്ളൊരു അവസരമായിരുന്നു. വീടിന്റെ കാര്യങ്ങൾ നോക്കണം. മായേ, നാളെ മുതൽ DK റെസ്റ്റോറന്റുകളുടെ ചുമതല മായയ്ക്കായിരിക്കും. തിരിച്ചു വരാൻ എത്ര ദിവസം എടുക്കും DK? അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയാനാവില്ല. നീ എന്താ മോനെ പറഞ്ഞത്? തിരിച്ചു വരുന്നതിനെ പറ്റി ഇപ്പൊ പറയാനാവില്ലെന്നോ? ഞാൻ എന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ തിരിച്ചു വരാം. ആഹാ, അപ്പൊ ഹിറ്റ്ലർ ശരിക്കും അവിടെ തപസ്സിരിക്കാൻ പോവാ? നിന്റെ കൂടെ ഒരു മുറിയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് തപസ്സിരിക്കുന്നതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നോ ബേട്ട, ദൈവത്തെ കാണാൻ പോകുമ്പം ഇതുപോലുള്ള ചകടചാടൊന്നും പാടില്ല. വഴക്കുകൂടി ചെല്ലുന്നവരെ ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന്റെ അരികിലേക്ക് സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും കൂടി വേണം ചെല്ലാൻ. റെസ്റ്റോറന്റിന്റെ എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയമുണ്ടെങ്കിൽ ബാലുവിനോടോ ഗോകുലിനോടോ ചോദിക്കണം. ഒരു കാര്യത്തിലും ആരോടും ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. ഫുഡിന്റെ ക്വാണ്ടിറ്റിയോ ക്വാളിറ്റിയോ ഒരു കാരണവശാലും കുറയാൻ പാടില്ല. എല്ലാ ഫുഡും മായ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷമേ കസ്റ്റമേഴ്സിന് കൊടുക്കാവൂ. ശരി DK, ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങളെ ആരെയും ഞാൻ മറക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. DK പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പോകെ പോകെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോ കാര്യങ്ങളൊക്കെ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ വേണം ചെയ്യാൻ. അമ്മേ, നമുക്കിറങ്ങാം. താരേ ബായും എടുത്തേ. ഇറങ്ങട്ടെ മക്കളെ. നോ മൈ സൺ, നമ്മൾ ഈ കാറിലല്ല പോകുന്നത്. പിന്നെ നമുക്ക് പോകാനുള്ള വണ്ടി വേറെ വരും. ഏത് വണ്ടി? അതൊക്കെ ഉണ്ട്, നീ നോക്കിക്കോ. ഇനി കേറിക്കോ. ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി. ഈ ഓട്ടോറിക്ഷയിലോ? ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട, പറയുന്ന അനുസരിക്ക്. അത്രേ ഉള്ളൂ. എന്നാലും അമ്മ
DKക്ക് ഇതിലൊന്നും സഞ്ചരിച്ച ശീലമില്ലല്ലോ. ശീലമുള്ള സൗകര്യങ്ങൾ തീരുള്ള യാത്രയല്ല ഇത്. സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് കഠിനമായ യാത്ര. അതാണ് വാസ്തവം. പാപങ്ങൾ പൊറുക്കാനും അനുഗ്രഹങ്ങൾ തേടിയാ നമ്മൾ പോകുന്നത്. ഇത്തിരി കഷ്ടപ്പെട്ടേ പറ്റൂ. മൂകാംബിക വരെ ഈ ഓട്ടോറിക്ഷയിലാണോ പോകുന്നത്? അതൊക്കെ അങ്ങോട്ട് പോകുമ്പോ എല്ലാം മനസ്സിലാവും. നീ പോയി വണ്ടിയെ കയറ്. വേണ്ടി പോയി വണ്ടിയെ കയറ്. അമ്മ ചെല്ലേ. ആ പെട്ടിയുടെ സൈഡിൽ വേ. ആ ആ. ദാ, അമ്മയുടെ ബാഗിടെ അങ്ങ് വച്ചേരെ. ഓ എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പാ. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പാ. അല്ല, നമ്മളെന്തിനാ ഇപ്പൊ ഇവിടെ ഇറങ്ങിയത്? കാര്യമുണ്ട്. മദർ ടെൽ യു ലേറ്റർ. നമുക്ക് കാറിൽ പോകാമായിരുന്നു. എന്റെ പൊന്നി ഹിറ്റ്ലറെ, ഇത് ടൂറല്ല, തീർത്ഥാടന യാത്രയാ. കഷ്ടപ്പെട്ട് തന്നെ യാത്ര ചെയ്യണം, എന്നാലേ പുണ്യം കിട്ടൂ. അതെ, പുണ്യം കിട്ടാൻ കഷ്ടപ്പെട്ട് യാത്ര ചെയ്യണമെന്ന് ആരാ പറഞ്ഞത്? മനസ്സും പ്രവൃത്തിയും നന്നായാ മതി. അവനവന്റെ കർമ്മമാണ് ഈശ്വരനെന്ന സന്യാസിമാര് പോലും പറഞ്ഞിട്ടുള്ളത്. ഓ അതൊക്കെ കറക്റ്റാണ് മൈസൻ. പക്ഷേ തക്കാലം ഈ മന്ത്രനെ അനുസരിച്ചേ പറ്റൂ. നമുക്ക് പോകാനുള്ള വാഹനം ഉടനെ എത്തും. നോക്കാം. വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഞാൻ നിങ്ങളോട് വഴക്കിടാമെന്നല്ല കേട്ടോ. നിങ്ങള് മൂകാംബിക്ക് പോവാണെന്ന് അറിഞ്ഞു വന്നതാ. എനിക്കും മൂകാംബികയിൽ ഒരു നേർച്ചയുണ്ടായിരുന്നു. ഏതായാലും നിങ്ങൾ അവിടെ വരെ പോകുന്ന സ്ഥിതിക്ക് എനിക്കൊരു യാത്ര ഒഴിവാക്കാമല്ലോ എന്ന് കരുതിയിട്ടാ. DK, എനിക്ക് വേണ്ടി നിങ്ങളൊരു സഹായം ചെയ്തു തരണം. കുറച്ച് പുണ്യം എനിക്കും കൂടെ കിട്ടട്ടെ, ഇല്ലേ അമ്മേ? ഈ യാത്രയിൽ നിന്നെ പോലെ പടുപാപിയായ ഒരാളോട് സംസാരിക്കാൻ തന്നെ കിട്ടാനുള്ള പുണ്യം കൂടി നഷ്ടപ്പെടും. എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് പാപം കിട്ടുക കൂടി ചെയ്യും. നിനക്ക് വേണമെങ്കിൽ നീ തന്നെ പോണം. അയ്യോ അമ്മേ, അങ്ങനെ പറയല്ലേ. എനിക്കിപ്പോ തീർത്തും വരാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി, അതുകൊണ്ടാ. നോ, ഞങ്ങള് പോകുന്നതേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. അങ്ങനല്ലമ്മേ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നല്ലേ അമ്മേ? നീ എങ്ങോട്ടെങ്കിലും ഗെറ്റ് ഔട്ട് ആക്കി പൊയ്ക്കോ, ഇല്ലെങ്കിലുണ്ടല്ലോ.
നിങ്ങൾക്കെന്ന് പറഞ്ഞ മനസ്സിലാവില്ലേ? തന്റെ ഒരു നമ്പറും ഇങ്ങോട്ട് വേണ്ട. ജ്യോതി പ്ലീസ്, ഇതെന്റെ നിർദോഷകരമായ ഒരു ആഗ്രഹത്തിന് വേണ്ടിയാ, അല്ലാതെ ആരും ദ്രോഹിക്കാനൊന്നുമല്ല. ഒരു മിനിറ്റേ, ദാ ഈ താലിയും ചരടും ഒന്ന് പൂജിക്കണം, അത്രേ ഉള്ളൂ. ഇതെന്റെ ഭാര്യയുടെ കഴുത്തിലിടാണ്. ഭാര്യയുടെ കഴുത്തിലിടാണോ? ഏത് ഭാര്യയെ കുറിച്ചാ നീ പറയുന്നേ? സൂര്യൻ നിന്റെ കയ്യിൽ നിന്ന് പ്രാണനം കൊണ്ട് ഓടിപ്പോയില്ലേ? ഇത് അവളുടെ കാര്യമല്ല, ഞാൻ പ്രിയയുടെ കാര്യമാ ഉദ്ദേശിച്ചത്. മതി, നിർത്തിക്കോ നിന്റെ അഹങ്കാരം. എന്റെ അനിയത്തിയുടെ കാര്യം തീരുമാനിക്കാൻ നീ ആരാ? ഭർത്താവ്, അവളുടെ ഭർത്താവ്. ഞാൻ അവളെ താലി കെട്ടിയല്ലോ, അതോടെ അവളെന്റെ ഭാര്യയെ കഴിഞ്ഞല്ലോ. മോക്ഷത്തിന് വേണ്ടിയുള്ള യാത്ര ചെയ്ത് അല്ലായിരുന്നെങ്കിലേ നിന്നെ ഇവിടെ ചവിട്ടി താഴ്ത്തിയാണ് ഞാൻ. എന്നെ കൊണ്ട് ചെയ്യിക്കരുത് നീ. എന്റെ അനിയത്തിയെ നിനക്ക് ഈ ജന്മത്തെ തൊടാൻ പോലും പറ്റില്ല. അതെങ്ങനെയാ ജ്യോതി? അവളെ ഞാൻ താലി കെട്ടിപ്പോയില്ലേ? നിന്റെ അടവും അഭ്യാസം ഒന്നും ഇങ്ങോട്ട് വേണ്ട. ഇനി അവിടെ പിന്നാലെ എങ്ങാനും ഒലിപ്പിച്ചു വന്നാലുണ്ടല്ലോ, കത്തിച്ചു കളി നിന്നെ. പോടാ, പോ. ആ അതെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. എല്ലാം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ. പോടാ. പോയിക്കോ അമ്മേ. ടാറ്റ അമ്മേ. അങ്ങനെ ഡികെയും ജ്യോതിയും ഇല്ലാത്ത അമരാവതി. ഇനി കുറച്ചു ദിവസം എല്ലാം ഞാൻ തന്നെ നോക്കാം. അമ്മേ ദേവി, ഇവരെ നീ കാത്തോണേ. സ്റ്റോപ്പ്, വണ്ടി നിർത്തിക്കേ. സ്റ്റോപ്പ്.